നമസ്കാരം. പ്രായം ക്രിക്കറ്റിന് ഒരു തടസ്സമാണോ? 39-ാം വയസ്സിൽ കേരള ക്രിക്കറ്റ് ലീഗിൽ തിരുവനന്തപുരത്തിനായി കളിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ്. കേരള ക്രിക്കറ്റ് രംഗത്തെ മാസ്റ്റർ എന്ന് വിളിപ്പേരുള്ള CV വിനോദ് കുമാറിനെ കുറിച്ച്. സ്വാഗതം. കേരള ക്രിക്കറ്റ് സാഗ യാത്ര എത്തി നിൽക്കുന്നത് തൃശ്ശൂരിലാണ്. CV വിനോദ് കുമാറിന്റെ വീട്ടിലാണ്. ഞാനിങ്ങനെ പറയായിരുന്നു, ഈ പ്രായം നിങ്ങൾ കാണുമ്പോൾ നമുക്കൊക്കെ ഒരു എനർജി കിട്ടുന്നത് ഫോമിന്റെ പീക്കിൽ നിൽക്കുന്ന ഒരു സമയത്താണ് വരുന്നത്. എന്താണ് ഒരു പ്രതീക്ഷ അവിടുത്തെ? പ്രതീക്ഷ ഭയങ്കര എക്സൈറ്റ്മെന്റാ. കാരണം ഈ ടൂർണമെന്റ് നമുക്ക് ഇപ്പോഴും കളിക്കാൻ പറ്റുന്നതിന്റെ ഒരു ആവേശം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഒരു ത്രില്ലാണ്. KCL ആ ഗ്രൗണ്ടിൽ ആ ഒരു ഓളത്തില് T20 നമ്മളെ മൈതാനത്ത് കളിക്കാൻ പറ്റുന്നത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോഴും സ്റ്റിൽ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, ഇതാ ഈ കാണുന്ന സ്ഥലം ഇതിപ്പോ റോഡാണ്. ഈ റോഡായിരുന്നു നമ്മൾ ആദ്യത്തെ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പരിപാടികളൊക്കെ. ഇതായിരുന്നു പിച്ച് അല്ലേ? വിക്കറ്റ് ഇവിടെയാണ് കളിക്കുക മൊത്തം. പണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും ഇതില്ല, ക്രൗഡില്ല, പഴയ ഒരു റോഡൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങള് ചേട്ടന്മാരും എല്ലാവരും ഇപ്പൊ ഇങ്ങനെ സമുദായങ്ങളും പരിപാടികളൊക്കെ, അപ്പോൾ എല്ലാ ഞായറാഴ്ചയും എല്ലാവരും ഒത്തുകൂടും. അപ്പൊ ഇവിടെയാണ് നമ്മുടെ വൺ പിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം. തുടക്കം ഇവിടുന്ന്. എന്തുകൊണ്ടാണ് ഈ മാസ്റ്റർ എന്നുള്ള വിളിപ്പേര് എങ്ങനെയാണ് വന്നത്? മാസ്റ്റർ എന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകിച്ച് എല്ലാ ജനറേഷൻ്റെ കൂടെയും കളിച്ചു. കാരണം നമ്മുടെ ഒരു 10 വയസ്സ് മൂത്ത ചേട്ടന്മാരുടെ കൂടെ കളിച്ചു. അവിടുന്ന് വന്ന് ഇപ്പൊ എന്നെക്കാളും ഒരു 20 വയസ്സ് കുറഞ്ഞവരുടെ കൂടെയും കളിക്കുന്നു. അപ്പോൾ ആ ഒരു റെസ്പെക്ട് കൊണ്ട് കളിയിൽ വന്ന ഒരു സംഭവമാണ്. 2017-16 രഞ്ജി ട്രോഫി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്ദീപ് വാര്യരാണ് ഹിന്ദു പത്രത്തിനോട്, അപ്പൊ അവിടെ ഫോട്ടോ മീഡിയ ഇരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും മാസ്റ്റർ എന്ന് വിളിച്ചപ്പോ മീഡിയ അതിനെ പ്രൊമോട്ട് ചെയ്ത് അന്ന് വീണ പേരാണ്. വെറുവിളിയല്ല കേട്ടോ, സഞ്ജു സാംസൺ വരെ ശ്രീ വിനോദിനെ വിളിക്കുന്നത് മാസ്റ്ററിനാണ്. ജോലി ബാങ്കിൽ SBT ആയിരുന്നു. SBI ആയി. ജോലിയൊക്കെ അവിടുന്ന് കൃത്യമായിട്ട് അവർ കളിക്കാനൊക്കെ ഉള്ള അവസരങ്ങളും സമയമൊക്കെ അതിപ്പോ എല്ലാവരും തന്നെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മൾ ഈ ക്രിക്കറ്റ് കളിക്കുന്ന കാണുമ്പോൾ നമ്മുടെ ബാങ്ക് ഭയങ്കര സപ്പോർട്ടാണ് സത്യം പറയുകയാണെങ്കിൽ. കാരണം ബാങ്ക് ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോഴും സത്യം പറയുക ഭയങ്കര കോൺഫിഡൻസ്. ക്രിക്കറ്റ് കളിക്കാനുള്ള ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിൽ നമ്മുടെ ജോബാണ്. എന്തൊക്കെ പറഞ്ഞാൽ വളരെ കാര്യമായി തന്നെ സ്വപ്നം കാണുന്നുണ്ട്. അതിന് പുറകെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കാൻ പുറകെ ഉണ്ട്. ഞാൻ അന്നും കുപ്പായങ്ങൾ സ്വപ്നം സത്യം പറഞ്ഞാൽ ഇല്ല. പക്ഷെ എനിക്ക് ഗ്രൗണ്ടിൽ എനിക്ക് കളി ജയിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ബോൾ ചെയ്തില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയില്ലേ. ഇൻസ്പിറേഷൻ എപ്പോഴും സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ കളി കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ക്രിക്കറ്റിൽ കളിക്കുന്നത്. പക്ഷെ നാട്ടിൽ എല്ലാവർക്കും എൻ്റെ കളി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കളിക്കുന്ന എല്ലാവർക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇതൊരു ആവേശമാണ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രായം ഒരു പ്രശ്നമേ അല്ല എന്ന് ക്രിക്കറ്റേഴ്സിനോട് പറയാൻ താങ്കളുടെ കയ്യിലുള്ളൊരു മാജിക് എന്താണ്? പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളിച്ചാൽ മതി. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്താ പറയുക ആധികാരികമായി ചിന്തിക്കുമ്പോഴാണ് ഇത് പ്രായമൊക്കെ വരുന്നത്. നമ്മൾ ഇപ്പം ഞാൻ കാണുമ്പോൾ നമ്മുടെ SBIയിൽ അനിൽകുമാർ എന്ന് പറഞ്ഞൊരു ഫാസ്റ്റ് ബോളറുണ്ട്. അവിടെ 46-ാമത്തെ വയസ്സിൽ ലീഗ് ഉഗ്രനായിട്ട് വന്നറിയാം. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ്, ഇനി 6 വർഷം എനിക്ക് ബാക്കിയാണ്. ചന്ദ്രശേഖരയും അനിലേട്ടനൊക്കെ ഇപ്പോഴും അത്രയും കിടിലുമായിട്ടാണ് ഓടി നടക്കുന്നത്. അപ്പം ഞാൻ 2 വർഷം മുന്നേ ആലോചിച്ചു, എനിക്ക് 38 ആയിട്ടുള്ളൂ, അപ്പൊ ഇനി 8 വർഷം കൂടി ഉണ്ട്. എനിക്ക് എങ്ങാണ് തിരുവനന്തപുരത്തിന്റെ കോച്ച് അഭിഷേക് മോഹൻ വിനോദ് ഭായിയുടെ ജൂനിയറായി കളിച്ച ആളാണ്. പക്ഷെ ഇന്ന് കോച്ചാണ് അവിടെ. പക്ഷെ ഈ അടുത്ത് KCA തന്നെ ഒരു വലിയ അവസരം ശ്രീ വിനോദിന് തന്നല്ലോ, പരസ്മാംബ്രയുടെ ക്യാമ്പിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ അതൊരു വലിയ. അതാ ഞാൻ പറഞ്ഞത്, ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്നെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട് എന്നും. അതായത് ഞാൻ എന്തൊക്കെ ഫിറ്റ് ആയിട്ടുണ്ടോ അന്നൊക്കെ എന്നെ കളിപ്പിച്ചിട്ടുണ്ട്. അതായത് P പ്രശാന്ത് വിനോദേട്ടനൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. PP 2010 തൊട്ടിട്ട് എന്നെ വിശ്വസിക്കുന്ന ആളാണ്. അന്ന് ഞങ്ങൾ ഒരുമിച്ച് കളിക്കുമ്പോഴും PPക്ക് എന്നെ ഭയങ്കര വിശ്വാസമായി. ഇന്നും ചെയർമാനായ സമയത്ത് 38-ാമത്തെ വയസ്സിൽ കേരളത്തിന് എന്നെ കളിപ്പിക്കാൻ ഭയങ്കര വിശ്വാസമായി. ആ വിശ്വാസമാണ് സത്യത്തിൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 39-ാമത്തെ വയസ്സിലും ക്രിക്കറ്റിന് ഇറങ്ങുമ്പോൾ വീട്ടുകാരുടെ പിന്തുണ എങ്ങനെയാണ് ശ്രീ വിനോദ്? എങ്ങനെയാണ് വീട്ടുകാരില്ലെങ്കിൽ നമ്മളില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ അടിച്ചു വിട്ടിരിക്കുകയാണ് കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൊണ്ടും.
ഫുള്ള് ബാക്ക് ബോൺ, വൈഫ്, കുട്ടികള്, അച്ഛൻ, അമ്മ, എല്ലാവരും എന്താ പറയാ കളിക്കുക. വേറെ ഒരു ചിന്ത, വേറെ ഒന്നും തന്നെ ഏൽപ്പിക്കാറില്ല. ക്രിക്കറ്റ് കളിക്കുക, വേറെ ഒരു പരിപാടിയില്ല, നീ കളിച്ചിട്ട് വാ, അത്രേ പറയാറുള്ളൂ. ഭയങ്കര ഹാപ്പിയാണ്. തുടക്കത്തിൽ ഞാൻ ക്രിക്കറ്റിന് പോകുമ്പോ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കിയാലും ക്രിക്കറ്റ് കൂട്ടുകാരുടെ അടുത്ത് പോയാലും ക്രിക്കറ്റ് വീട്ടിലുണ്ടാവാറില്ല. പിന്നെ എനിക്ക് പതിയെ മനസ്സിലായി ആളുടെ എന്താ പറയാ ജീവൻ തന്നെ ക്രിക്കറ്റ് ആണെന്ന് മനസ്സിലായി. ഈ വിവാഹം കഴിക്കുന്ന സമയത്ത് ക്രിക്കറ്റിനെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു? ഇല്ല, ക്രിക്കറ്റിനെ കുറിച്ച് ഒട്ടും അറിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴും അത്ര അറിയില്ലായിരുന്നില്ല. പക്ഷെ ആളുടെ കളി കണ്ട് ഞാൻ പഠിച്ചു. ഇപ്പൊ ഞാൻ എല്ലാ മാച്ചും ഇവരുടെ ടീമിന്റെ എല്ലാവരുടെ മാച്ചും ലൈവ് കാണാറുണ്ട്. ഞാൻ അഭിപ്രായങ്ങൾ അപ്പപ്പോ വിളിച്ച് പറയാറുണ്ട്. അപ്പൊ കളി നിർത്തണം എന്ന് പറയുമ്പോൾ ഞാൻ സമ്മതിക്കാറില്ല. എന്ത് നിർത്തിയാലും കളി നിർത്തരുത്. എപ്പോഴും ഫിറ്റ്നസ് വേണം, കളി അത് വേണം. കളി ഇല്ലെങ്കിൽ വിനോദ് ഇല്ല. വിനോദ് കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റിലൂടെയാണ് എല്ലാവരും അറിയപ്പെടുന്നത്. അച്ഛൻ കരാട്ടയാണ്, ക്രിക്കറ്റ് അല്ല കരാട്ടയാണ് അല്ലേ? എന്താണ് മകന് ബ്ലാക്ക് ബെൽറ്റ് എടുത്ത് കൊടുക്കണ്ട, പകരം ബാറ്റും ബോളും വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്? അവന് കരാട്ടോടൊരു താല്പര്യമില്ല, അവന് ക്രിക്കറ്റ് തന്നെയാണ്. അപ്പൊ എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ അവനെ ഞാൻ 3-ാമത്തെ വയസ്സിൽ ശബരിമലയ്ക്ക് കൊണ്ടുപോകുമ്പോ നമ്മളാ കാണിപ്പന്നെ എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ ഒരു കളി, അത് ഇതിലിടേനെ അവൻ ഒരച്ചിട്ട് എറിഞ്ഞോ സുരേഷാണ് എനിക്ക് പറയാനുള്ളത്. അന്ന് മുതലേ ആള് ക്രിക്കറ്റിൽ തന്നെയാണ്. കുട്ടികള് വീടിന് പുറത്തേക്ക് കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞാലേ നമുക്കൊരു ആദിയാണ്. ഇപ്പൊ 39 വയസ്സായിട്ട് ഈ ആദ്യം നിൽക്കുന്നില്ല, കളിച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ചെറുപ്പക്കാരന്റെ പ്രകടനത്തെ എങ്ങനെയാണ് അമ്മ കാണുന്നത്? വളരെ സന്തോഷത്തോടുകൂടി കാണുന്നു. ടിവിയിലൊക്കെ കാണുമ്പോൾ എന്തോ തോന്നുന്നു? ടിവിയിൽ കാണുമ്പോൾ ടെൻഷൻ കൂടുതലാണ് എനിക്ക്. ഇവരൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഞാൻ എനിക്ക് അകത്ത് ഇടുന്ന അങ്ങോട്ട് വിക്കറ്റ് കിട്ടി വരെ പൊടി വന്ന് നോക്കും. ഭയങ്കര ടെൻഷനാണ് കളിക്കായിരിക്കും. ഞാൻ കളി കണ്ടാൽ അവന് സിക്സർ കിട്ടുന്നുള്ള ഒരു പേടിയുണ്ടോ? അങ്ങനെയല്ല, കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു പേടിയുണ്ട്. എന്തുകൊണ്ട് വിനോദ് കുമാർ ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കുന്നു ഈ 39-ാമത്തെ വയസ്സിലും? എന്തുകൊണ്ട് ഇങ്ങനെ വിക്കറ്റുകൾ എറിഞ്ഞു വീഴ്ത്തുന്നു ഈ 39-ാമത്തെ വയസ്സിലും? ദേ ഈ കാണുന്ന കുടുംബത്തിന്റെ പിന്തുണയാണ്. ഇങ്ങനെ ഒപ്പം നിൽക്കാൻ ഒരു കുടുംബമുണ്ടെങ്കിൽ, ഇങ്ങനെ സ്വപ്നം നമുക്ക് മുന്നിൽ ഒരു വലിയ സ്വപ്നം ഉണ്ടെങ്കിൽ എങ്ങനെ അതിലേക്ക് നമ്മൾ എങ്ങനെ എത്താൻ എങ്ങനെ പരിശ്രമിക്കാതിരിക്കും? അതിനുത്തരമാണ് ശ്രീ വിനോദ് കുമാറിന്റെ 39-ാമത്തെ വയസ്സിലുള്ള ഈ യാത്ര.